അപ്പോൾ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണ ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും ഉറപ്പായിട്ടും ഏത് മുടിയില്ലാത്തവർക്കും മുടി വളരാൻ ഇത് സഹായിക്കും. അതുപോലെ മുടി കൊഴിച്ചിലും താരനും എല്ലാം മാറി കിട്ടും. വേറെ ഒരു മരുന്ന് നമ്മൾ വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്താൽ മാത്രം മതി. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി വളരാൻ സഹായിക്കുന്ന മറ്റൊരു ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുടി വളരെ ഫാസ്റ്റായിട്ട് വളരാൻ ഇത് സഹായിക്കും. മുടി കൊഴിച്ചിലിനെ ഇല്ലാതാക്കും, താരൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അങ്ങനെ മുടി നന്നായിട്ട് വളരാനും നല്ല സ്മൂത്തായിട്ട് നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഏത് മുടി കൊഴിച്ചിലിനെയും താരനെയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന നമ്മുടെ വലിയ ഉള്ളിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. മുടി നല്ലപോലെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കരിഞ്ജീരകം എടുക്കുന്നുണ്ട്. ഒരു നുള്ള് കരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു നുള്ള് റോസ്മേരിയും കൂടെ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്മേരിയുടെ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരിയുടെ വെള്ളം ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ റോസ്മേരിയുടെ വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കണ്ട് നോക്കുക. അതേപോലെ തന്നെ റോസ്മേരിയുടെ ഓയിൽ ഉണ്ടാക്കുന്നതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പാക്ക് പോലെയല്ല ഇത് തയ്യാറാക്കുന്നത്, ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ഉള്ളിയൊക്കെ ഏതാണ്ട് ഒരു വെന്ത് വരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു കരിഞ്ജീരകവും അതുപോലെ റോസ്മേരിയൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് തിളച്ച് ഇതിൻ്റെ ഒരു സത്തുക്കളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കഴിയുന്നത് വരെ നമ്മളിത് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെള്ളം. അതിന് ശേഷം ഇപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ച് മാറ്റിയിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരിച്ച് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു കളറാണ് ഇതിനുണ്ടായിരിക്കുക. ഇതിനി നമുക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം മുടിയിൽ പുരട്ടി കൊടുക്കാം. ഇത് നമുക്ക് തലയോട്ടിയിലും അതുപോലെ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമ്മൾ മുടിയിൽ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിത് വെച്ചിട്ടൊന്ന് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പതുക്കെ നമ്മൾ തലയിൽ മസാജ് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് അതങ്ങനെ വിടുക. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഈ ഒരു മസാജിങ്ങും എല്ലാം കൂടെ നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണ ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും ഉറപ്പായിട്ടും ഏത് മുടിയില്ലാത്തവർക്കും മുടി വളരാൻ ഇത് സഹായിക്കും. അതുപോലെ മുടി കൊഴിച്ചിലും താരനും എല്ലാം മാറി കിട്ടും. വേറെ ഒരു മരുന്ന് നമ്മൾ വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏത് വളരാത്ത മുടിയും വളർന്ന് കിട്ടും, കൊഴിച്ചിൽ മാറും, താരൻ മാറി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.